ഇന്ന് അത്താഴത്തിന് എല്ലാവർക്കും ചപ്പാത്തിയും കറിയായിരുന്നു. അച്ഛന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയതാ. നന്നായി മോളെ. 2 ദിവസത്തേക്ക് കയ്യിൽ ഇരുവൊന്നും തട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ, അനുഭവിച്ചോ. സ്വന്തം ഇഷ്ടത്തിന് മരം വെട്ടാൻ പോയതല്ലേ. ഇതിന്റെ പേരാണ് അഹങ്കാരം. അഹങ്കാരമല്ല മോളെ, ചതി. ഞാൻ സുശീലയ്ക്ക് അനുകൂലമായി പറഞ്ഞ് മോളെ ചതിച്ചു. അതാ സത്യം. അച്ഛാ, സത്യം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ പലപ്പോഴും നടക്കുന്നത് ഇത് തന്നെയാണ്. കുറെ സമാധാന കാംക്ഷികൾ ചേർന്ന് ഒരു അക്രമകാരിയെ വളർത്തിക്കൊണ്ടിരിക്കുക. മോളെ പതുക്കെ പറ, ഇവിടെ ആരും കേൾക്കണ്ട. എനിക്കിപ്പോ വലിയ പേടിയൊന്നും ഇല്ല അച്ഛാ. നമ്മൾ ഒരാളെ ആവശ്യത്തിന് പേടിച്ചാ പോരെ. അച്ഛാ, ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ കൂടെ നിൽക്കാൻ തയ്യാറായെങ്കിൽ ഈ കുടുംബത്തിലെ നിയമങ്ങള് ഞാനൊന്ന് പൊളിച്ചെഴുതിയാണ്. അതിനുള്ള സമയം വരും. അതുവരെ മോളൊന്ന് ക്ഷമിക്കും. ഒരാൾക്ക് തന്നെ എല്ലാ കാലവും ഭരണത്തിലിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാലം മാറുമ്പോ ഭരണവും മാറും. അച്ഛാ, ഇവിടെ ആർക്കും ഭരണമൊന്നും വേണ്ടച്ചാ. ഭരിക്കുന്ന ആള് കുറച്ച് നീതി പുലർത്തിയാൽ മാത്രം മതി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അനീതിക്കറിയാവുന്നത് ഞാനും ശ്യാമുവാ. ഇപ്പൊ അച്ഛനും. ശ്യാമിന്റെ കാര്യം ഞാൻ ഓർക്കാറുണ്ട്. നല്ല പയ്യന. അവനും ഒരു നല്ല നാൾ വരാതിരിക്കില്ല മോളെ. അച്ഛൻ കഴിക്കാം.